എങ്ങനെയാണ് നമ്മളപ്പോൾ റിയൽ മിനിമലിസം പ്രാക്ടീസ് ചെയ്യേണ്ടത്? അത് വളരെ സിമ്പിളാണ് ആക്ച്വലി. നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് ചിന്തിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഇതെനിക്ക് ശരിക്കും ആവശ്യമുണ്ടോ? അതായത് ഞാൻ റെഗുലർലി യൂസ് ചെയ്യുമോ? ഇതെൻ്റെ ലൈഫ് ഈസി ആക്കുമോ? ഇത് വീണ്ടും ഒരു ചാൻസ് എനിക്ക് ഈ ഒരു സാധനം വാങ്ങേണ്ടി വന്നാൽ ഞാൻ വാങ്ങുമോ? ഇതിൻ്റെ ഒക്കെ ആൻസർ നോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സാധനത്തിൻ്റെ ആവശ്യമേ ഇല്ല. മിനിമലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഓൺ ചെയ്യാണ്ടിരിക്കുന്നതല്ല, നമ്മുടെ ആവശ്യങ്ങൾ കുറച്ചാക്കുന്നതാണ്. അതായത് അത് കുറക്കുക. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീട് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പേസ്, കിച്ചൺ സ്പേസോ ലിവിങ് സ്പേസോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? ആ ഒരു സ്പേസ് ക്യാമറയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ വീട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യൂലേ? ഇല്ലേ? ആർക്കാണ് അവരവരുടെ വീട് മോശമായിട്ട് കാണിക്കാൻ ഇഷ്ടമുണ്ടാവുക? പക്ഷെ ആ ഗസ്റ്റ് പോയി കഴിഞ്ഞാൽ അതുപോലെയാണോ ആ വീട്? അല്ല, അതിനൊരു തെറ്റുമില്ല. വീട് വൃത്തിയാക്കി വെക്കരുത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർ വളരെ നന്നായി വീട് വൃത്തിയാക്കി വെക്കും. അവർക്കതൊരു തെറാപ്പി ആയിരിക്കും. അത് അവർക്ക് ഒരു മനസ്സമാധാനം, സന്തോഷമൊക്കെ കിട്ടും അല്ലെ? അവർക്ക് വീട് വൃത്തിയാക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എല്ലാവരും കുറച്ച്, അതായത് ജീവിക്കാൻ പറ്റുന്ന വൃത്തിയൊക്കെ വേണം. പക്ഷെ ഇങ്ങനെ ഭയങ്കര എല്ലാം അവിടെ ഇവിടെ കൃത്യം വെക്കുക, എല്ലാം അപ്പപ്പോൾ പോയി വൃത്തിയാക്കുക, എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോൾ, പൊടി കാണുമ്പോൾ അപ്പപ്പോൾ പോയി തൂക്കുക, അതൊക്കെ എന്താണ്, പേഴ്സണാലിറ്റി ഡിസോർഡറാണ് കുറച്ച് അധികമായി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളെ വീട് ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്യേണ്ടത്. അതൊരു വൈറ്റ് വാൾ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറായാൽ മതി. അവിടെ എസ്തറ്റിക്സ് പില്ലോസ് വേണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള പില്ലോസ് മതി. മിനിമലിസം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇനഫ്, അതാണ് മിനിമലിസം. മതി, എനിക്കിത് മതി. സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൽ ആ ഓഥർ പറയുന്നൊരു കാര്യമുണ്ട്, മതി എന്ന് പറയാൻ അറിയാത്തവൻ എപ്പോഴും പാവപ്പെട്ടവനായിരിക്കും. അതായത് മതി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തവൻ എപ്പോഴും പാവപ്പെട്ടവനായിരിക്കും.